ഹായ് ഓൾ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വാഴ എന്ന് പറയുന്ന സിനിമയുടെ റിവ്യൂ ആയിട്ടാണ്. അതിനു മുമ്പ് എല്ലാവർക്കും സ്വാതന്ത്ര്യ ദിനാശംസകൾ. ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് കോർണേഷൻ തിയേറ്ററിൽ നിന്നാണ് ഞാൻ വാഴ കണ്ടത്. സിനിമയുടെ പേര് തന്നെ ഒരു വെറൈറ്റി ആണല്ലോ. ഞാൻ കുറേ കൂട്ടുകാരോട് സിനിമ കാണാൻ വേണ്ടി വിളിച്ചു, പക്ഷെ ആരും തന്നെ വരുന്നില്ല. അതിന് കാരണം എന്ന് വെച്ചാൽ, ഒന്ന് വാഴ എന്നാണോ സിനിമേൻ്റെ പേര്, അത്. രണ്ടാമത്, എടാ അത് എനിക്കിട്ട് കൊട്ടുന്ന സിനിമ എങ്ങനെയായിരിക്കും, അതുകൊണ്ട് ഞാനല്ല കാണാൻ എന്ന് പറയുന്ന വേറൊരു മറുപടി. അപ്പോൾ സിനിമ എന്തായാലും ട്രെയിലർ കണ്ടപ്പം കാണണമെന്ന് ഞാൻ ഉറപ്പിച്ചതാണ്. അപ്പോൾ ആരില്ലെങ്കിലും ഞാൻ കാണാൻ പോകും. അങ്ങനെ ഞാൻ തിയേറ്ററിൽ പോയി ഫസ്റ്റ് ഹാഫ് അടിപൊളി. ഫസ്റ്റ് ഹാഫ് എന്ന് വെച്ചാൽ ഫൺ ഫീൽഡ് ഫസ്റ്റ് ഹാഫ്. നമുക്ക് ചിരിച്ച് നല്ല ക്രൗഡുള്ള തിയേറ്ററിൽ നമ്മൾ അടിച്ചു പൊളിച്ച് ചിരിക്കാനുള്ള സാധനം സിനിമയിൽ വെച്ചിട്ടുണ്ട്. ഹൗസ്ഫുൾ ആയിരുന്നു കേട്ടോ. ആ ഫസ്റ്റ് ഹാഫിൽ കുറേ മൊമെന്റ്സ് ഉണ്ട്, നമ്മുടെ റിലേറ്റബിൾ ആയിട്ടുള്ള കുറേ മൊമെന്റ്സ് ഉണ്ട്, കണക്റ്റഡ് ആയിട്ടുള്ള കുറേ സാധനങ്ങളുണ്ട്. അത് കുറേ പേരെ അയ്യോ ഇത് ഞാൻ തന്നെയാണല്ലോ എന്നൊക്കെ ഓർമ്മിപ്പിക്കുന്ന, ചിന്തിപ്പിക്കുന്ന കുറേ സാധനങ്ങളുണ്ട് അതിലൊക്കെ. അതിലെ കാസ്റ്റിംഗ് എല്ലാവരും സൂപ്പർ, ഒരാളെ എടുത്ത് മാറ്റി പറയാനില്ല. അബ്ജാതി കാസ്റ്റിംഗ് ആണ്. കാസ്റ്റിങ്ങിൽ എല്ലാവരും കിട്ടിയ റോൾ എന്ന് പറയുന്നത് വളരെ സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഹാഷിർ എന്ന് പറയുന്ന ഒരു യൂട്യൂബർ ഉണ്ടല്ലോ, ഞാൻ കൂടുതൽ അദ്ദേഹത്തിന്റെ വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ല, പക്ഷെ അദ്ദേഹത്തിന് കിട്ടിയ റെസ്പോൺസിലൂടെ തന്നെ അദ്ദേഹം ഉണ്ടാക്കുന്ന ഇമ്പാക്ട് എന്താണെന്ന് മനസ്സിലായി. ബാക്കി ആർക്കും ഇതിലെ വേറെ ആൾക്കും ഇത്ര വലിയൊരു കയ്യടിയോ ഒരു ആർപ്പുളിയൊന്നും ഈ സിനിമയിൽ വേറെ ഒന്നിനും കിട്ടിയിട്ടില്ല. അദ്ദേഹത്തെ ജസ്റ്റ് ഒരു ഗ്ലിംസ് കാണിക്കുമ്പോഴേക്ക് തന്നെ എന്താ കയ്യടിയായിരുന്നു, അസാധ്യ കയ്യടിയായിരുന്നു. അദ്ദേഹത്തിന്റെ വീഡിയോസ് ഒന്നും കൂടുതൽ കാണാത്തതുകൊണ്ട് എനിക്ക് കുറെ അദ്ദേഹത്തിന്റെ കോമഡി ഒന്നും അങ്ങനെ അങ്ങോട്ട് കണക്റ്റ് ആയില്ല. പക്ഷെ തിയേറ്ററിൽ മൊത്തം ആർപ്പുളിയായിരുന്നു കേട്ടോ. ഇതിലെ സ്റ്റോറി ലൈനെ കുറിച്ചൊന്നും ഞാൻ കൂടുതൽ പറയുന്നില്ല. നിങ്ങൾക്ക് ട്രെയിലർ കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ എന്താണ് ഈ സിനിമ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. ചിരിയിൽ അല്പം കാര്യം, ഇതാണ് സിനിമയുടെ ജേണർ എന്ന് പറയുന്നത്. അത് വളരെ വൃത്തിയായിട്ട് തന്നെ നമ്മുടെ ഡയറക്ടർ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ ആരാന്ന് അറിയാലോ, നമ്മുടെ ജയ ഹേ സിനിമ ഡയറക്റ്റ് ചെയ്ത ആൾ തന്നെയാണ് ഇതിന്റെ സ്ക്രിപ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഊഹിക്കാലോ ഒരു വിഷയത്തെ എത്ര വൃത്തിയായിട്ട് ആളുകളെ ചിരിപ്പിച്ചുകൊണ്ട് ആളുകളിലേക്ക് എങ്ങനെ കണ്ടന്റ് കൈകാര്യം ചെയ്യാൻ കഴിയും എന്നുള്ളത് ഊഹിക്കാവുന്ന കാര്യമാണ്. അത് അത്രയും വൃത്തി തന്നെ അദ്ദേഹം സ്ക്രിപ്റ്റ് നന്നായതുകൊണ്ടാണ് ഈ സിനിമ അത്രയും വൃത്തിയായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. പിന്നെ ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് പക്കാ ഫൺ ഫീൽഡ് ആയതുകൊണ്ട് തന്നെ സെക്കൻഡ് ഹാഫ് സബ്ജക്റ്റ് കുറച്ചുകൂടി സീരിയസ് ആവുന്നുണ്ട്, കുറച്ചുകൂടി ഞാനൊക്കെ ആഗ്രഹിച്ച ഒരു കണ്ടന്റിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. അപ്പോൾ കുറച്ച് പേർക്കൊക്കെ ഒരുപക്ഷെ ഒരു അലോസരം ഫീൽ ചെയ്തേക്കാം. കാരണം കോമഡി ആയിട്ട് പോകുന്നൊരു സിനിമയിൽ ഇടയ്ക്കൊന്ന് സീരിയസ് ആയിട്ട് മാറുമ്പോൾ, ഇടയ്ക്കൊന്ന് ഇമോഷണൽ ആയിട്ട് മാറുമ്പോൾ ചെറിയൊരു കല്ലുകടി ചിലർക്ക് ഫീൽ ചെയ്യാം. പക്ഷെ ഈ സിനിമയ്ക്ക് അത് ആവശ്യമാണ്. ആ ഒരു ലെവലിലാണ് ഈ സിനിമ കൊണ്ടുപോകുന്നതെങ്കിൽ ഒരുപക്ഷെ ജസ്റ്റ് ഒരു എന്റർടൈൻമെന്റ് മാത്രമായി മാറും. പക്ഷെ അതിനേക്കാൾ പ്യുവർ എന്റർടൈൻമെന്റ് ആയി മാറിയത് ഈ ഒരു കണ്ടന്റും കൂടി വന്നപ്പോഴാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ വളരെ സാറ്റിസ്ഫൈഡ് ആണ് സിനിമ കണ്ടപ്പം. കുറച്ചൊക്കെ പേർക്കെങ്കിലും എവിടേക്കോ ഒന്ന് ടച്ച് ചെയ്യും. പാരൻസ് ആയിക്കോട്ടെ, യൂത്ത് ആയിക്കോട്ടെ, രണ്ടു പേർക്കും ഒരുപക്ഷെ എവിടേക്കോ ഒന്ന് ടച്ച് ചെയ്യും. ഇതിൽ എസ്പെഷ്യലി എടുത്തു പറയുന്നത് ജഗദീഷിന്റെ ഒരു ഡയലോഗ് ഉണ്ട്, ഞാൻ പറയുന്നില്ല. എനിക്കിപ്പോൾ ആലോചിക്കുമ്പോൾ തന്നെ ശരിക്കും എവിടേക്കോ ഒന്ന് ടച്ച് ചെയ്യുന്നുണ്ട്. അത്രയും ജഗദീഷ് ഇപ്പൊ ചെയ്യുന്ന ക്യാരക്ടേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ സബ്റ്റിലായിട്ടുള്ള ക്യാരക്ടേഴ്സാണ്. എത്ര ഭംഗിയായിട്ടാണ് അത് ചെയ്യുന്നത്. ഇദ്ദേഹത്തിനുള്ളിൽ ഇങ്ങനെ ഒരു ആക്ടർ ഉണ്ട് എന്നുള്ളത് നമുക്ക് പണ്ട് ആലോചിച്ചറിയോ? പണ്ട് പക്കാ കോമഡി ആയിട്ട് പോകുന്ന ഒരാള് എത്ര വൃത്തിയായിട്ട് ഇമോഷണൽ കൈകാര്യം ചെയ്യുന്ന അറിയും. ശരിക്കും ടച്ച് ചെയ്യുന്ന കുറേ സീനുകളുണ്ട്. ഇതിൽ അച്ഛൻ മകൻ തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് പല വീടുകളിലും നമ്മൾ കാണുന്നതാണ്. ഈ പ്രഷർ ചെയ്യുന്നത്, അച്ഛൻ്റെ അമ്മേൻ്റെ ആഗ്രഹങ്ങൾ കുട്ടികളിൽ എടുത്ത് ഏൽപ്പിക്കുന്നത്, അവരുടെ ടാലന്റ് എന്താണെന്ന് മനസ്സിലാക്കുന്നില്ല, അതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല, വെറുതെ കുറേ പൈസയൊക്കെ കൊടുക്കുന്നുണ്ട്, കുറേ ഇവർക്ക് വേണ്ടി ടൈം കണ്ടെത്തി, ഇവർക്ക് വേണ്ടി ഞാൻ പണം ചിലവാക്കി എന്നൊക്കെ പല പാരൻസും പറയുമ്പോഴും അവരുടെ ടാലന്റ് എന്താണോ മനസ്സിലാക്കിയിട്ടില്ല, അവർക്ക് വേണ്ട എന്താണോ അത് കൊടുത്തിട്ടുണ്ടാവില്ല. അതൊക്കെയാണ് നമ്മൾ ട്രെയിലർ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളാണല്ലോ. അതൊക്കെ തന്നെയാണ് സിനിമ ചർച്ച ചെയ്യുന്നതും അതിനെ കുറച്ച് തമാശയിലൂടെ നമ്മളിലേക്ക് എത്തിക്കാൻ പറ്റി എന്നുള്ളതാണ്. എന്തായാലും നിങ്ങൾക്ക് ഒരു തിയേറ്ററിൽ ഇരുന്ന് പോയി കാണാൻ, ഒരു ഫാമിലി ആയിട്ടും ഫ്രണ്ട്സ് ആയിട്ടൊക്കെ പോയി കാണാൻ പറ്റിയ ഒരു നല്ല സിനിമയാണ് വാഴ എന്ന് പറയുന്നത്. ഇനി മലയാള സിനിമയിൽ തിളങ്ങി നിൽക്കാൻ പോകുന്ന താരങ്ങളാണ് ഈ സിനിമയിൽ ഉടനീളുള്ളത്. ഇവരുടെ ആ ഒരു ഹ്യൂമർ സെൻസും ആ ഒരു ടൈമിംഗ് ഉണ്ടല്ലോ, അതൊക്കെ സെറ്റാണ് കേട്ടോ. സെറ്റ് എന്ന് പറഞ്ഞാൽ സെറ്റ്. ഡയലോഗ് ഡെലിവറി ആണെങ്കിലും ഒക്കെ പക്ക നമ്മുടെ എന്താ പറയാ, കാലത്തിനനുസരിച്ചുള്ളതെന്ന് പറയില്ലേ, ആപ്റ്റ് ആയിട്ടുള്ള അത്രയും അപ്ഡേറ്റഡ് ആണ് ഇവർ എല്ലാ കാര്യത്തിലും. സോ സിനിമ ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു എന്നെ സംബന്ധിച്ച്. അപ്പോൾ ഇതിലെ ഇന്റർവെൽ എത്തുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരാളും കൂടി സിനിമയിലേക്ക്, നമ്മളെ ഈ ടീമിൽ പോലും പ്രതീക്ഷിക്കാത്ത ഒരാളും കൂടി സിനിമയിലേക്ക് വരുന്നുണ്ട് കേട്ടോ.
അതും സിനിമയ്ക്കൊരു ബൂസ്റ്റപ്പാണ്. എന്തായാലും മറ്റൊരു സിനിമയുടെ റിവ്യൂ തരുന്നവരെല്ലാവർക്കും ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഇതിൽ ഹൃദയം എന്ന് തുടങ്ങുന്ന ഒരു ചെറിയൊരു സോങ് ഉണ്ട്. അത് ഇടയ്ക്കിടയ്ക്ക് നമ്മളെ ഇമോഷണൽ സീൻസിൻ്റെ ഇടയിലൊക്കെ ഒന്ന് ഇങ്ങനെ കളിക്കുന്നുണ്ട്. അത് ഭയങ്കര ഒരു പ്ലസ് പോയിന്റ് ആട്ടോ സിനിമയിലെ. ഒരു നമ്മളെ സിനിമയെ പിടിച്ചു നിർത്താൻ അറിയില്ലേ, അങ്ങനെ ആ ഒരു ബോണ്ടിങ്, ആ ഒരു റിലേഷൻഷിപ്പ്, അതിനൊരു ഇമോഷണൽ സൈഡൊക്കെ ഉണ്ടല്ലോ, സൂപ്പറായിട്ട് കാണിക്കാൻ ആ ഒരു സോങ് അല്ലെങ്കിൽ ആ ഒരു ട്യൂണ് നമ്മളെ വല്ലാണ്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതാരാ ചെയ്തതെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല. അതാരാ ചെയ്താലോ അയാൾക്കൊരു ബിഗ് സല്യൂട്ട്.